ഹായ്, ചപ്പീന ബീവി. പല ആൾക്കാർക്കും ഇവരെ അറിയും. സോഷ്യൽ മീഡിയയിൽ പച്ച തെറി വിളിക്കുന്ന ഒരാളാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇവരെ തെറി വിളിക്കുന്നവരെ ഇവർ തിരിച്ചു തെറി വിളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത് അങ്ങനെയല്ല സംഭവം. ഇവർക്ക് ഒരാളെ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരാൾ പറഞ്ഞത് ഇഷ്ടമായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അയാളെ പച്ച തെറി വിളിക്കും. അതായത് നമ്മളൊക്കെ ഒരു തെറ്റ് കണ്ടാൽ അവരെ വിമർശിക്കും, അത് തെറ്റാണ്, അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയും. ഇവര് അതിനു പകരം അവരെ പച്ച തെറി വിളിച്ചാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവർ പലപ്പോഴും പറയുന്നത്. തുണിയില്ലാതെ മറ്റാളുടെ കൂടെ പോയി കിടന്നു, ഇന്ന ലോഡ്ജിൽ അവർ ഒരുമിച്ചായിരുന്നു, അത്തരം വൃത്തികെട്ട കാര്യങ്ങളാണ് ഇവർ പൊതുവെ പറയാറ്. നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത്രയ്ക്ക് മോശമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ രേണുസുതിക്കെതിരെ അവരെന്തൊക്കെയോ പറഞ്ഞു എന്ന് കേൾക്കുന്നു. അതിനെതിരെ രേണുസുതി പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഗംഭീരമായി, പ്രത്യേകിച്ച് അവസാന ഭാഗം, നിങ്ങളാണോ മാമാപ്പണിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. രേണുസുതി കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായി. രേണുസുതിയെ പലപ്പോഴും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ രേണുസുതി പൊളിയായി. തീർച്ചയായും ഇങ്ങനെ തന്നെ വേണം. ഒരാള് അനാവശ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, തിരിച്ച് കൃത്യമായി തന്നെ മറുപടി കൊടുക്കണം. രേണുസുതി കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമായി. എന്തായാലും അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. രേണുസുതിയാണ്. അപ്പം സജന ചിത്ര വ്ളോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫീന ബീബി അല്ലേടി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെന്ന് വിളിക്കും, പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്ത് ഇതാണ് വിളിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ പ്രസവിച്ച എന്റെ മക്കള്, അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത്? ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ എന്തിനേലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത്, ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു. നിങ്ങളാണോ എനിക്ക് കൂട്ടു നിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതായത് രേണുസുതിയെ കുറിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ കണ്ടവന്റെ കൂടെ തുണിയില്ലാതെ കിടന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ രേണുസുതി അവിടെ കൃത്യമായി പറയുന്നു, നിങ്ങളാണോ എനിക്ക് കൂട്ടു വന്നത്? നിങ്ങളാണോ അതിൽ മാമാപ്പണി എടുത്തത് എന്ന് രേണുസുതി ചോദിക്കുന്നു. ഇത്ര കൃത്യമായി പറയാൻ എന്നുള്ളൊരു കാര്യം. ഈ സ്ത്രീ, അതായത് രേണുസുതിയല്ല, ഈ ചപ്പീന എന്ന് പറയുന്ന സ്ത്രീ, അവർക്ക് ആരെയും വിമർശിക്കാം, അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാം. എന്തിനാണ് മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇത് അവർക്ക് താല്പര്യമില്ല എങ്കിൽ പച്ച തെറിയാണ് വിളിക്കുന്നത്. തെറി പിന്നെയും സഹിക്കാം. സംസാരം മൊത്തം അവിഹിതം. അതായത് മറ്റവന്റെ കൂടെ പോയി കിടന്നു, ഇവന്റെ കൂടെ പോയി കിടന്നു, അവർ രണ്ടുപേരും തുണിയില്ലാതെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്തൊക്കെ വൃത്തികേടാണ് ഇവർ പറയുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ല, മിക്ക ആൾക്കാരെ കുറിച്ചും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ രേണുസുതി കൊടുത്തിട്ടുണ്ട്, ഇനിയും കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.